നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 15 വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന രീതിയിലുള്ള ഉദ്യോഗമാറ്റത്തിന് സാധ്യതയുണ്ട്. എങ്കിലും കുടുംബാംഗങ്ങളുമായും അയൽക്കാരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പിതൃതുല്യരായ വ്യക്തികളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക കരുതൽ ആവശ്യമാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിൽ രംഗത്ത് വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. ദാമ്പത്യ ഐക്യവും പ്രശസ്തിയും വർദ്ധിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഗുണപരമായ അനുഭവങ്ങളും അപ്രതീക്ഷിതമായ സമ്മാനങ്ങളും ലഭിക്കാൻ ഇടയുള്ള ശുഭദിനമാണിത്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ദൃശ്യമാകും. സാമ്പത്തിക ലാഭവും ശരീരസുഖവും അനുഭവപ്പെടും. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾക്കും വാഹനഭാഗ്യത്തിനും യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ രൂപപ്പെടാൻ ഇടയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ മടിയും തൃപ്തിക്കുറവും അനുഭവപ്പെട്ടേക്കാം. എങ്കിലും വിദേശയാത്രയ്ക്കോ വിദേശത്ത് പോയി ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുമതി ഇന്ന് ലഭിക്കാനിടയുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തണം. വിശ്വസിച്ചവരിൽ നിന്ന് ചതി പറ്റാൻ സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കുക. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ നൽകണം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട്. സാമ്പത്തിക ഉന്നതിയും തൊഴിൽ വിജയവും കൈവരും. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും ബന്ധുക്കൾ സന്ദർശിക്കാനും ഇടയുള്ള സന്തോഷകരമായ ദിനമായിരിക്കും ഇന്ന്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ അന്വേഷകർക്ക് വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ജോലി ലഭിക്കാൻ അനുകൂലമായ സമയമാണിത്. ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ ഇന്ന് സാധിക്കും. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ദിവസമാണിത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുടെയും മേലധികാരിയുടെയും പൂർണ്ണ പിന്തുണ ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും. സാമ്പത്തിക നേട്ടവും മാന്യതയും സമൂഹത്തിൽ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സാമ്പത്തിക കാര്യങ്ങളിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വിവേകത്തോടെ പ്രവർത്തിക്കുക. വരവും ചെലവും ഒരുപോലെ വന്നു ചേരാം. തീരുമാനിച്ചു വെച്ച കാര്യങ്ങളിൽ ചെറിയ വ്യതിയാനങ്ങൾ സംഭവിക്കാം. സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടുന്നത് ജാഗ്രതയോടെ വേണം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പഠിച്ച വിദ്യയ്ക്ക് അനുയോജ്യമായ ഉദ്യോഗം ലഭിക്കാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള രേഖാപരമായ തടസ്സങ്ങൾ മാറും. സംസാരത്തിന് ഫലം ലഭിക്കുന്ന ദിവസമാണ്. ദീർഘകാലമായി കാണാതിരുന്ന ബന്ധുക്കളെ ഇന്ന് കണ്ടുമുട്ടും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങളും ഉണ്ടാകും. ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും സ്വന്തമാക്കാൻ സാധിക്കും. ദാമ്പത്യ ഐക്യവും കുടുംബസമാധാനവും ഇന്ന് പൂർണ്ണമായും അനുഭവവേദ്യമാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കൃഷി പക്ഷി മൃഗാദികൾ എന്നിവയിൽ നിന്ന് സാമ്പത്തിക ലാഭം ലഭിക്കും. എങ്കിലും തൊഴിൽ തടസ്സത്തിനും മാനഹാനിക്കും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകൾ അലട്ടാൻ സാധ്യതയുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.